ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ എന്താ ഇങ്ങനെ ഒളിച്ചു വരുന്നതെന്നല്ലേ, നമ്മൾ റിവ്യൂ സമയത്ത് ഇടാത്തതല്ല കേട്ടോ. നമുക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനിമയൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. ഓണച്ചിത്രങ്ങളെല്ലാം വന്നതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ റിവ്യൂ കുറച്ച് ഡിലേ ആക്കിയത്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. കിഷ്കിന്ധാകാന്ഡത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ റിവ്യൂ ഇവിടെ വെച്ച് നിർത്തിയിട്ട് തിയേറ്ററിൽ പോയി കാണാം. കിഡിലൻ എക്സ്പീരിയൻസ്. ഞാൻ പല റിവ്യൂകളായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ക്രീൻ പ്ലേയുടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ട് ഇറങ്ങിക്കഴിയുമ്പം നമ്മൾ അറിയാണ്ട് കരഞ്ഞു പോകും. ഞാൻ അങ്ങനെ കരയുന്ന ഒരാളാണ്. അത് ചിലപ്പം സിനിമയിലെ ഇമോഷണൽ സീനുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ അയ്യോ നമ്മളെ കരയിക്കുന്ന എന്തെങ്കിലും സീനുകൾ കാണിച്ചുകൊണ്ടോ എന്നുള്ളത് കൊണ്ടല്ല, അതും ഉണ്ടാവാം. പക്ഷേ എന്നെ കൂടുതലും കരയിക്കുന്നത് സിനിമ നമ്മളോട്ട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം നല്ല വെടിപ്പായിട്ട് സ്ക്രീൻ പ്ലേയിലും മ്യൂസിക്കിലും പെർഫോമൻസിലും വിഷ്വൽസിലും എല്ലാം നമുക്ക് കൺവേ ചെയ്ത് തന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സങ്കടം വരത്തില്ലേ? അത്തരത്തിലുള്ളൊരു സങ്കടം ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം എനിക്കും തോന്നി. സിനിമയിലെ ഓരോരോ പോർഷൻസുകളൊക്കെ ഞാനിങ്ങനെ ഓർത്തു എന്ത് റിവ്യൂവിന് പറയും, ഇത് പറഞ്ഞാലോ അത് പറഞ്ഞാലോ എന്നൊക്കെ ഓർക്കുമ്പോഴും എനിക്ക് ശരിക്കും ഉള്ളിൽ നല്ലൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം നല്ലൊരു സിനിമ ഞാൻ കണ്ടിട്ട് ഇറങ്ങിയല്ലോ, ഞാൻ കൊടുത്ത പൈസ എനിക്ക് ഒരു തരി പോലും വേസ്റ്റ് ആക്കാണ്ട് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി 10 മടങ്ങായിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയല്ലോ. ആ ഒരു ഫീലായിരുന്നു ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴും. ഇതിനു മുമ്പ് തിയേറ്ററിൽ നിന്ന് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ട് ഞാൻ ഇറങ്ങിയ സിനിമ അത് മഹാരാജയായിരുന്നു. ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് മലയാളത്തിൽ നിന്ന് എനിക്ക് ഇത്തരത്തിലൊരു ഇമോഷൻ തന്നൊരു മൂവിയാണ് കിഷ്കിന്ധാകാന്ഡം. ഞാൻ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തുടങ്ങുമെന്ന് എനിക്കറിയില്ല. എവിടെ നിന്ന് തുടങ്ങിയാലും വൃത്തായിരിക്കും. ഞാൻ എന്നാലും പറയാൻ പോകുന്നത് അതിൻ്റെ സ്ക്രീൻ പ്ലേനെ പറ്റിയാണ്. നിങ്ങൾ സിനിമ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സിനിമ മേക്കിംഗ് ഒക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമുക്ക് കുറേയൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻ പ്ലേ എങ്ങനെ എഴുതണം എന്നുള്ളതിൻ്റെ റെഫറൻസ് തരുന്ന രീതിയല്ല അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബാഹുൽ രമേഷ് എന്നാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയ ആളുടെ പേര്. ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ എവിടെയൊക്കെ ഞാൻ കണ്ടിരുന്നു 8 ദിവസം കൊണ്ടാണ് അദ്ദേഹം സ്ക്രീൻ പ്ലേ എഴുതിയെന്നുള്ളത്. സമ്മതിച്ചു ബ്രോ, അത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എളുപ്പമുള്ള കേസല്ല. പണ്ട് ഇതിനു മുമ്പും കുറേ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടിരുന്നെങ്കിലും നമ്മളത് കമ്പാരിസൺ ഒന്നും വെക്കുന്നില്ല. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം ഒരു സിനിമാറ്റോഗ്രാഫറാണ് ബാഹുൽ രമേഷ്. റൈറ്റർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മ്യൂസിക് തന്നെയാണ്. മ്യൂസിക് ബ്രോ ഒരു ഇൻട്രസ്റ്റ്ലുള്ള സാധനമൊക്കെ എടുത്ത് കാച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ്ലാരുടെ കോപ്പിയാണെന്നത് അങ്ങനെയൊന്നുമല്ല. അത്തരത്തിലൊരു ഇമോഷനിലൂടെ നമ്മളെ കൊണ്ടുപോവുക. ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് പുള്ളി കുറെ അങ്ങ് ഇങ്ങനെ ആറാടുകയാണെന്നൊക്കെ അറിയത്തില്ല, അതുപോലെ കൊള്ളാം ബ്രോ. നല്ല മ്യൂസിക് വർക്ക്. നല്ല മുജീബ് മജീദ് എന്നാണ് അതിന്റെ മ്യൂസിക് വർക്ക് ചെയ്ത ആളുടെ പേര്. മിസ്റ്ററി ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട പീക്കിലോട്ട് കൊണ്ടുപോവുകയും അതേ പീക്കിൽ നമ്മളെ ഇങ്ങനെയൊക്കെ ഒലയ്ക്കുകയൊക്കെ ചെയ്തൊരു ടൈപ്പ് മ്യൂസിക്. ക്ലൈമാക്സ് ഒന്നും ബ്രോ പറയാനില്ല. സ്ക്രീൻ പ്ലേ ഓൾറെഡി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് മ്യൂസിക്കും കൂടെ ഇട്ട് പെരുപ്പിച്ചുകൊണ്ടിരിക്കുക. പെർഫോമൻസിന് ഞാൻ പറയാം, മ്യൂസിക് ബ്രോ കിടുക്കിയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇനി മൂന്നാമത് അതിൻ്റെ പെർഫോമൻസ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സീനിയർ ആക്ടേഴ്സ് അവരുടെയൊക്കെ ഇമ്പോർട്ടൻസ്. ലീഡ് ആക്ടേഴ്സൊക്കെ നല്ലപോലെ ചെയ്യുമെങ്കിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം സീനിയർ ആക്ടേഴ്സാണ്. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും കാണില്ല. ഇതാണ് സംഭവം, നിങ്ങൾ ഇങ്ങനത്തെ ഒരാളാണ്, നിങ്ങൾക്ക് ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരുടെ എക്സ്പീരിയൻസിലുണ്ടാകും ആ ഒരു എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ആ കൂട്ടത്തിൽ ഡയറക്ടറിൻ്റെ ഒരു പെർസ്പെക്റ്റീവും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിലോ. ഞാൻ പറഞ്ഞു വരുന്നത് വിജയരാഘവൻ ചേട്ടൻ്റെ പെർഫോമൻസാണ്. ഒന്നും പറയാനില്ല ചേട്ടാ, കിടുക്കിയിട്ടുണ്ട്. സ്ക്രീൻ പ്ലേയിൽ ഒരു ക്യാരക്ടറിനെയൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം അപ്പുപിള്ള എങ്ങനെയാണെന്നുള്ളത് ഒരു മൂന്നാമതൊരു മനുഷ്യൻ പറഞ്ഞു തരണ്ട, സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാകും. അതൊരു കിടിലങ്കാച്ചി പെർഫോമൻസും കൂടെ കൊണ്ട് കാണിച്ചു തന്നാലോ. അതാണ് അതിന്റെ പെർഫോമൻസിന്റെ മികവ്. കൂട്ടത്തില് നമ്മുടെ ആസിഫ് അലിയും അപർണ ബാലമുരളിയും അശോകൻ ചേട്ടൻ അങ്ങനെ കുറേ പേരും വന്ന് തകർത്താടിയിട്ടുണ്ട്. പിന്നെ വേറൊരു ചേച്ചിയുടെ പേര് എനിക്കറിയില്ല, വേറൊരു പുള്ളിക്കാരിയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം. അവിടെ പെർഫോമൻസ് ചെയ്ത് ആരും മോശമാക്കിയില്ല, ആരും എക്സ്ട്രാ കയ്യിൽ നിന്നിട്ടിട്ടില്ല, അല്ലെങ്കിൽ ആരുടെയും ഒരു ഷോട്ട് എക്സ്ട്രാ തോന്നിയിട്ടില്ല. അതുപോലെയാണ് അത് ഒരുക്കിയിരിക്കുന്നത്. ഇനി വിഷ്വൽസിനെ പറ്റി പറയാം. ആ കൂട്ടത്തിൽ എഡിറ്റിങ്ങും കളറിങ്ങും ഒക്കെ വരും കേട്ടോ. ഒരു ടെറൈനെ ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള കളറിങ് ഒക്കെ. വിഷ്വൽസിന്റെ കൂടെ തന്നെ ഞാൻ എഡിറ്റിങ്ങും പറഞ്ഞു പോവേ. വിഷ്വൽസ് എനിക്ക് അവിടെ ഒരു ഷോട്ട് പോലും അനാവശ്യമായിട്ടോ ഒരു ഷോട്ട് പോലും മിസ്പ്ലേസ്ഡ് ആയിട്ടോ. ഇപ്പോൾ ചിലപ്പോൾ ചില സിനിമകളിലൊക്കെ ഷോട്ടുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുമല്ലോ, ആ ഷോട്ട് ആ ഒരു ആംഗിളിൽ നിന്ന് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു എന്നൊക്കെ. ഇവിടെ ഒന്നും തോന്നിയില്ല. നമ്മൾ ഓരോ സീനിൽ നിന്ന് അടുത്ത സീനിലോട്ട് ചാടുന്ന ഇൻബിറ്റ്വീൻ ഷോട്ടുകളാണെങ്കിലും ജമ്പിങ് ഷോട്ടുകളൊക്കെ ആണെങ്കിലും അതിൻ്റെ പീക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിഷ്വൽസ് ചെയ്ത ആരാണെങ്കിലും, വിഷ്വൽസ് ചെയ്ത ബാഹുൽ രമേഷ് തന്നെയാണ്, അദ്ദേഹമാണ് അതിൻ്റെ DOP ചെയ്തിരിക്കുന്നത്.
എഡിറ്റ് ചെയ്തിരിക്കുന്നത് സൂരജ് എസ്. കിഡിലനാണ്, കിഡിലൻ. സ്റ്റോറി ടെല്ലിങ്ങിനെ 100%, 101% ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അതിന്റെ വിഷ്വൽസ് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് പറയാനുണ്ടോ? കുറേ ഉണ്ടല്ലോ. പ്രൊഡക്ഷൻ, പ്രൊജക്ട് ഡിസൈൻ എല്ലാം ഉണ്ട്, കോസ്റ്റ്യൂം എല്ലാം കാലഘട്ടത്തിന് വേണ്ടതും. അയ്യോ, ആ കൂട്ടത്തിലൊക്കെ പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ആ ഒരു ടെറൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും അവർ താമസിക്കുന്ന ഒരു വീട്, ആ വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പം കുരങ്ങനൊക്കെ നമ്മൾ ട്രെയിലർ കണ്ടിട്ടില്ല, കുരങ്ങൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ ഞാൻ പറഞ്ഞല്ലോ. അവിടെ വന്നിരിക്കുന്ന ഒരു ചെടി പോലും, ചെടി ഞാൻ പറയുന്നില്ല, അവിടെ വന്നിരിക്കുന്ന നമ്മളെയൊക്കെ എക്സ്ട്രാ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, അതൊന്നും അവിടെ അനാവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊക്കെ അവിടെ വേണം, ശരിയാണ് എന്നുള്ളൊരു ഫീല്. അങ്ങനെയാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേയുടെ ഗുണം കൂടിയാണ്. സ്ക്രീൻ പ്ലേ ഡിമാൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ കറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആസ്വദിക്കാൻ പറ്റിയത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും ഈ സിനിമയുടെ ഒരു പോർഷനും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, വിജയരാഘവൻ ചേട്ടൻ്റെയൊക്കെ പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ് എന്താണ്, അദ്ദേഹം പീക്കിൽ ഏത് രീതിയിൽ ഏത് പോർഷനിലാണ് അദ്ദേഹം പീക്കിൽ വന്നിട്ടുള്ളതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലാണ് അതിൻ്റെ കഥ പോണത്. സ്റ്റാർട്ടിങ് ഒരു രീതിയിൽ തുടങ്ങിയിട്ട് എൻഡിങ് കംപ്ലീറ്റ്ലി വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോവാണ്. എങ്ങനെയാണ്? കൊള്ളാം, ഒന്നും പറയാനില്ല. തിയേറ്ററിൽ പോവുക, ടിക്കറ്റ് എടുക്കുക, കാണുക, പറ്റാവുന്നത്ര ആൾക്കാരെ കൊണ്ടുപോയി തന്നെ കാണുക. ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതൊക്കെ നമ്മുടെയും കൂടെ ആവശ്യമാണ്. സിനിമയെ പറ്റി ഞാൻ അധികം വേറൊന്നും പറയുന്നില്ല, പോയി കാണുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയുക. ഈ റിവ്യൂ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.